ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ കുഞ്ഞു യാത്രകൾ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ തമിഴ്നാട്ടിലെ പുതുക്കോട്ടൈ ജില്ലയിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുത്തെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, നമുക്കൊന്ന് പോവാം. അപ്പം ഞാൻ ഈ ചെറിയ റോഡ് കൂടി പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങോട്ടാണ് ഇന്നത്തെ യാത്ര എന്ന്. ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്പിരിച്വൽ കമ്മ്യൂണിറ്റി ഉണ്ട് ഇവിടെ. അതായത് മെയ്വൈ ശാല എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ കമ്മ്യൂണിറ്റി ഉണ്ട്. അവിടേക്കാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ യാത്ര. ഒരു പ്രത്യേകതരം കമ്മ്യൂണിറ്റിയാണ്. നമുക്കിത് ആദ്യമൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു അത്ഭുതമൊക്കെ തോന്നും കേട്ടോ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അവിടെ എന്താണെന്ന് വെച്ചാൽ ലളിത ജീവിതമാണ് അവർ നയിക്കുന്നത്. അതായത് വൈദ്യുതി ഇല്ല, അങ്ങനെ പുതിയ അത്യാധുനിക സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ചെറിയ മൺവീടുകളിലാണ് അവർ താമസിക്കുന്നത്. അതായത് ഓല മേഞ്ഞ ചെറിയ ചെറിയ വീടുകൾ. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടോ. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇതുപോലത്തെ വീടുകളാണ് ഇതിനകത്തോട്ടുള്ളത്. അപ്പോൾ നമുക്കിതിവിടെ കയറണം എന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് നിയമങ്ങളൊക്കെ പാലിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ്, ഇതിൻ്റെ അകത്തോട്ടാണ് നമ്മൾ പോകുന്നത്. വൈദ്യുതി ഇല്ല, സസ്യാഹാരം മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സമ്പത്തിൻ്റെ പേരിൽ ആരെയും വേർതിരിച്ച് കാണാൻ പറ്റില്ല. എല്ലാ മതസ്ഥരും ഉണ്ട് ഇവിടെ. ഇവർക്ക് പ്രത്യേകം ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ. വണ്ടി എവിടെ നിർത്താൻ പറ്റുമോ അതൊന്ന് നോക്കട്ടെ. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വീടുകളാട്ടോ. ആദ്യം കാണുമ്പോൾ നമുക്ക് അത്ഭുതമാണ്. ഇതുപോലെ വേലി കെട്ടിയിട്ടുണ്ട് അവർ കേട്ടോ. ചെരുപ്പ് യൂസ് ചെയ്യാൻ പാടില്ല അതിനകത്തോട്ട്. പിന്നെ പുകവലി അങ്ങനത്തെ സംഭവങ്ങളൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്കിവിടെ വണ്ടി ഒന്ന് നിർത്താൻ പറ്റുമോ എന്നൊന്ന് നോക്കട്ടെ. പിന്നെ അവരോടൊന്ന് സംസാരിച്ചിട്ട് നമുക്ക് പോവാം കേട്ടോ. ഇവിടെ കയറുന്നതിൻ്റെ മുമ്പ് കുറച്ച് ആചാരങ്ങളുണ്ട്, നമ്മളത് കറക്റ്റായിട്ടും പാലിക്കണം. അപ്പോൾ ആദ്യം ഞാനൊന്ന് വണ്ടി ഒന്ന് നിർത്താൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ ഇവിടെ നിർത്താം. നമുക്ക് തൽക്കാലം വണ്ടി ഇവിടെ ഒന്ന് നിർത്താം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങട്ടെ കേട്ടോ ഞാൻ. അപ്പം നമ്മളങ്ങനെ പുതുക്കോട്ടയിലെ നെയ്വൈ ശാല എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു സ്പിരിച്വൽ കമ്മ്യൂണിറ്റി ഉണ്ട്. ഇവിടെ ഭയങ്കര ലളിത ജീവിതം നയിക്കുന്നതാട്ടോ. പക്ഷെ ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് എൻട്രൻസ് ഉണ്ടെങ്കിൽ, അതായത് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് പരിപാടികളുണ്ട്. അതായത് കാല് കഴുകി, ചെരുപ്പിടാതെ കാല് കഴുകിയിട്ട് നമുക്ക് ഉള്ളിലൊക്കെ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് കാല് കഴുകാം. വരി അല്ല കുട്ടി, നമുക്ക് കാല് കഴുകാം. കാല് കഴുകിയപ്പോൾ ആ മരത്തുമെന്നൊരു സൗണ്ട് കേട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാട്ടോ. അപ്പോൾ ഇവിടെ ഒരു അതിഥി ഉണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ കാണാൻ? സൂപ്പറായിട്ട് അവന് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് അല്ലേ? നമുക്ക് ഇവരെ കൂടെ അകത്തോട്ട് പോകാട്ടോ. എന്നിട്ട് ഇവരോട് തന്നെ അത് ചോദിച്ചു നോക്കാം. ഇവരെ കമ്മ്യൂണിറ്റിനെ കുറിച്ചിട്ട് നമുക്ക് കുറച്ച് എന്താണ്, എത്ര നാളെ ഇവിടെ വന്നിട്ട് എന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ ഒന്ന് പോയി നോക്കാം. இங்க வந்துட்டு எத்தனை நாளாയി? நாங்க இங்க இந்த மெய்வழி வந்து ஒரு 16 வருஷமா ஃபாலோ பண்ணிட்டு இருக்கு. இவருக்கு வராനുള്ള കാരണം എന്താ പറയാ? ரீசன் என்னன்னா, மனுஷனா பறந்துட்டோம். ஓகே. ஒரு நாள் நமக்கு மரணம் இருக்கு. ஓகே. இப்போ ஃபார் எக்ஸாம்பிள் கால் சுடுதேன்னு செருப்பு யூஸ் பண்றோம். ஓகே. மழை வருதுன்னு கொடை எடுத்துக்கிறோம். குளிர்தேன்னு போர்வையை பொத்திக்கிறோம். ஓகே. அது மாதிரி வந்து பாத்தீங்கன்னா, ஏதாவது ஒரு வழி தெரியலன்னா வழி சொல்றதுக்கு ஒரு வழி போக்கன் இருக்காங்க. அப்ப இது எல்லாத்துக்கும் ஒரு துணையை வச்சுக்கிறோம்ல. அது மாதிரி அப்ப மரணத்துக்கு நம்ம என்ன துணையா வச்சிருக்கோம்? ஸோ நம்ம தனியா தானே போறோம். அதுக்கு துணையை எப்படி தேர்றது அப்படின்றத அந்த மெய்வழி வந்து சொல்றாங்க. மரணத்து பிறகு என்ன வாழ்க்கை, இந்த உலக வாழ்க்கையும் எப்படி நம்ம வாழ்றது, இது எல்லாமே சொல்றதுதான் மெய்வழி. ഫാമിലി പോയാ ഇവിടെ? ഫാമിലി ഫുള്ളா ഇവിടെ? ஆமா, ஃபேமிலி ஃபுல்லா இங்க வந்து ஃபாலோ பண்ணிட்டு இருக்கோம். ஓகே ஓகே. இதுல வந்து பாத்தீங்கன்னா எல்லா மதத்தினரும் இருப்பாங்க. இந்து, முஸ்லீம், கிறிஸ்டின். சோ எல்லா மதத்தினரும், எல்லா ஜாதியும், எல்லா கம்யூனிட்டில இருக்கிற பீப்புள்ஸும் வந்து ஃபாலோவர்ஸ். ஓகே ஓகே, थैंक यू. செப்பல் யூஸ் பண்ண முடியாது? ஆமா, இந்த எல்லைக்குள்ள செப்பல்ஸ் யூஸ் பண்ண முடியாது. அவுட்டர் சைடு ஒன்லி வெஜிடேரியன் ஃபுட். வெஜிடேரியன் மட்டும். அது மாதிரி உள்ள வந்து பவர் இருக்காது. அவுட்டர்ல தான் எலக்ட்ரிசிட்டி இருக்கும். ஓகே ஓகே.
கரண்ட் இதெல்லாம் கிடையாது. கிடையாது. ഇല്ല ഒന്നും கிடையாது. அதாவது கேஸ் ஸ்டவ் அந்த மாதிரி எதுவும் கிடையாது. വളരെ ലളിത ജീവിതം. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അങ്ങനെ നമ്മൾ ഇവരെ കൂടെ അകത്തോട്ട് പോവാം കേട്ടോ. അകത്തോട്ട് പറഞ്ഞാൽ കുറച്ചും കൂടി ഉള്ളിലോട്ട് ഇവരെ പ്രയറും കാര്യങ്ങളൊക്കെ നടക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ പുറമേ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാ വീടുകളും ഇങ്ങനെ തന്നെ കേട്ടോ. എല്ലാം സുഖ സൗകര്യങ്ങളും അവർ ഒഴിവാക്കിയിട്ടാണ് ഇവിടെ വരുന്നത്. എല്ലാ മതസ്ഥരും ഉണ്ട് കേട്ടോ. കണ്ടോ, ഇവിടെ ഇവർ പ്രയറും കാര്യങ്ങളൊക്കെ നടക്കുന്ന സംഭവമാണ്. ഞാൻ ഇവിടുന്ന് വന്നിട്ട് പരിചയപ്പെട്ടൊരു കുട്ടിയാട്ടോ അത്. ഇവരെ കൂടെ ഉള്ള ഒരു കുട്ടിയാണത്. അപ്പോൾ എല്ലാ മതസ്ഥരും ഉണ്ട്, എല്ലാ ഭാഗത്തുനിന്നും വരുന്നുണ്ട്, ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നും വരുന്നുണ്ട് എന്ന് അവരൊക്കെ പറയുന്നുണ്ട്. കുട്ടി ക്യൂട്ടല്ലേ, അടിപൊളിയാണ്. അവൻ കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ എന്താ അവൻ എത്രയിൽ പഠിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ കാണിച്ചു തരുന്നതാണ്. ഇവിടെയാണ് ഇവരെ പ്രയറും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇവിടെയാണ് അവരെ ഒരു ആളുണ്ട് എന്ന് പറഞ്ഞാൽ അവർ സമാധിയായ സ്ഥലമാണ് കേട്ടോ കാണിക്കുന്നത്. അതിൻ്റെ പുറമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു വീട് കാണാൻ വേണ്ടിയിട്ട്, അതായത് ഒരു വീടിൻ്റെ അകം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. വീടിൻ്റെ അകത്തോട്ട് പോകാനാണ് കേട്ടോ. അപ്പോൾ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു വീടിൻ്റെ ഉള്ളിലോട്ട് നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ. എല്ലാം സെയിം വീടാണ്. നമുക്ക് ഒരു വീടിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അവർ എഴുതുന്ന സോളാറിലാണ് ഇപ്പോൾ ഈ ഫാനെല്ലാം ഓടുന്ന. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം കേരളം സമ്മതിക്കുന്നു. ஃபர்ஸ்ட் டைம் வந்திருக்காங்க. சரி, நீங்க தெய்வ ഒന്ന് പറയും. ഇവര് ശിഷ്യരാ? ஆமா, ഇവര് ഒരു ശിഷ്യരാണ്. അപ്പൊ ഇവരെ വീടെല്ലാം നമുക്കൊന്ന് കയറി നോക്കാം. ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. എല്ലാം ഇങ്ങനത്തെ വീടാട്ടെ. ഇവിടെ ഫാനിന്റെ ഒന്നിന്റെ ആവശ്യമില്ല ഇവിടെ. കാരണം നല്ല കൂളിംഗ് ആണ് വീടിന്റെ ഉള്ളൊക്കെ. നമുക്കൊന്ന് കയറി നോക്കാം കേട്ടോ. ഇതാണ് വീടിന്റെ അകം. കണ്ടോ, ഇതാണ്. ഇവിടെ നമുക്ക് കിടക്കാനും കാര്യങ്ങൾക്കും എഴുതാനും പഠിക്കാനും ഒക്കെ ഉള്ള ഒരു സ്ഥലം. പിന്നെ ഇത് ചെറിയൊരു അടുക്കള കേട്ടോ. ഇവർ പഠിക്കുന്ന ഇതും കാര്യങ്ങളൊക്കെ. ഇത് ഇങ്ങനെ കിടക്കുന്നതും എഴുതാനും പഠിക്കാനൊക്കെ ഉള്ള ഒരു സ്ഥലം. പിന്നെ ഒരു ചെറിയ അടുക്കളയുണ്ട് കേട്ടോ. വളരെ ലളിത ജീവിതമാണ് കേട്ടോ. ഇതാണ് അടുപ്പും കാര്യങ്ങളൊക്കെ. ചെറിയൊരു അടുപ്പുണ്ട്. പക്ഷെ അവർക്ക് പുറത്ത് വേറെ സ്ഥലം ഉള്ളത് കൊണ്ട് അവരിപ്പത് യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഇത് ബാത്റൂമാണ്. അത് ബാത്റൂം. outside only bath. Okay. Not inside. Okay. You have to go with water. Okay. All the facilities are there. Okay. ഇവിടെ അങ്ങനെ യൂസ് ചെയ്യില്ല എന്നാ പറയുന്നത്. പുറത്ത് കോമൺ ആയിട്ട് അവർക്ക് ഉണ്ട്. ബാത്റൂമും കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ടുണ്ട്. പുറത്ത് കോമൺ ആയിട്ട് അവർക്ക് ഉണ്ട്. അങ്ങനെ അകത്ത് യൂസ് ചെയ്യില്ല എന്നാ പറയുന്നത്. പിന്നെ വെള്ളത്തിന്റെയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇതാണ് അപ്പൊ അവർ പറയുന്നത്. ഇതാണ് ഇതാണ് സംഭവമാണ്. ഇപ്പൊ ചെറിയൊരു ലളിത ജീവിതം. ഇതിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, നമുക്ക് ഇതൊക്കെ ഇല്ലാണ്ടും ജീവിക്കാന്നുള്ളതാണ് ഇവർ പറയുന്നത്. മനസ്സിലായ? അതാണ് ഇതിന്റെ കോമൺ. பின்னர் உங்களிடம் இருப்பதை மெய்ப்பிக்கும் ரசூல் வருவார். நீங்கள் அவர் மீது திடமாக ஈமான் கொண்டு அவருக்கு உறுதியாக உதவி செய்வீர்களாக. நீங்கள் உறுதிப்படுத்துகிறீர்களா? என்னுடைய இந்த உடன்படிக்கைக்கு கட்டுப்படுகிறீர்களா? நாங்கள் உறுதிப்படுத்துகிறோம் என்று கூறினார்கள். நீங்கள் சாட்சியாக இருங்கள்.
நீங்கள் சாட்சியாக இருங்கள், நானும் உங்களுடன் சாட்சியாளர்களில் இருக்கிறேன் என்று கூறினார். അവരെ ഗ്രന്ഥത്തിൽ പറയുന്നതാണ് അവർ നമുക്ക് വായിച്ച് കേൾപ്പിച്ച് തന്നത് കേട്ടോ. അവരെ കാഴ്ചപ്പാടാണത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇതൊരു അത്ഭുതമാണ് കേട്ടോ. ഇന്നത്തെ ജനറേഷനിലും, അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് പറയുമ്പോൾ ഇത് അത്ഭുതമാണ് കേട്ടോ ആർക്കാണെങ്കിലും. അപ്പോൾ എനിക്കത് പുതിയൊരു അറിവായിരുന്നു. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും പുതിയതായിട്ട് ചേർക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ തീർച്ചയായിട്ടും അറിയിക്കുക കേട്ടോ. പിന്നെ ഇതിലെന്തെങ്കിലും പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. കാരണം ഇത് ഇങ്ങനത്തെ ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് നമുക്ക് പറയാനും കൂടുതൽ കാണിച്ചു തരുന്നതിനൊക്കെ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതെവിടെയെന്നുള്ളത് പുതുക്കോട്ടை ജില്ലയിലാണ് കേട്ടോ. ഇത് നമുക്കൊരു അത്ഭുതമാണ്. പുറത്തുനിന്ന് വരുമ്പം കാണുമ്പോൾ ഇത് പുതിയൊരു അത്ഭുതമാണത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.